അനന്തരവാ, നിന്റെ അമ്മാവൻ ഇനി എന്നാ കൃത്യസമയത്ത് വരാൻ പഠിക്കുന്നത്? ദേ ഞാനിങ്ങ് വന്നല്ലോ സാറേ. അത്തള പിത്തള തവളാച്ചി ചുക്കുമറിക്കണ ചൂലാപ്പി. ഞാനാണ് അനന്തരവൻ. ഞാനാണ് അമ്മാവൻ. ഓഹോ, എന്താ ഇത്? നിങ്ങളുടെ ഈ സ്നേഹപ്രകടനങ്ങൾ കഴിഞ്ഞുവെങ്കിൽ എന്റെ ഈ പുതിയ കണ്ടുപിടുത്തം എന്താണെന്ന് കാണിച്ചു തരാം. ഈ ഒരു ക്യാപ്സൂൾ കഴിച്ചാൽ ഉടനെ കുട്ടികളുടെ ബുദ്ധിശക്തി മുതിർന്നവരെ പോലെ വികസിച്ചു വരുന്നതായിരിക്കും. ബുദ്ധിശക്തി വികസിക്കുമെന്നോ? എങ്കിൽ ആദ്യം ഞാൻ തന്നെ കഴിച്ചു നോക്കാമല്ലോ. എന്റെ അമ്മാവാ, നിങ്ങൾ ഇപ്പൊ എന്ത് പണിയാ കാണിച്ചത്? അതെന്തിനാ കഴിച്ചത്? അമ്മാവാ, അങ്കിൾ അങ്കിൾ, എന്റെ മമ്മിയും ഡാഡി എവിടെ? ചേട്ടാ, എനിക്കൊരു ക്യാൻഡി തരാമോ? അമ്മാവന് ഇതെന്താ പറ്റിയത്? ബുദ്ധി വികസിപ്പിക്കുന്ന ക്യാപ്സ്യൂൾ ആയിരുന്നില്ല ഇത്. പക്ഷെ അമ്മാവനെ ഇപ്പൊ റിവേഴ്സ് ഗിയറിലായല്ലോ. അനന്തരവാ, അത് കുട്ടികൾക്കുള്ള മരുന്നായിരുന്നു. പക്ഷെ മുതിർന്നയാളല്ലേ കഴിച്ചത്, അതുകൊണ്ട് ഫലം വിപരീതമായി മാറി. അങ്കിൾ അങ്കിൾ, എനിക്ക് മാംഗോ ജ്യൂസ് വേണം അങ്കിൾ. അത് മാംഗോ ജ്യൂസ് ഒന്നല്ല, കെമിക്കലാണ്. അതൊന്നും തൊടാൻ പോലും പാടില്ല. തൊട്ടാൽ പൊട്ടിത്തെറിക്കും, കേട്ടല്ലോ? അമ്മാവാ, അമ്മാവാ, എന്റെ കൂടെ വരൂ. ഞാൻ നല്ല സ്വീറ്റായ മാംഗോ കാൻഡി വാങ്ങിച്ചു തരാം. വാ പോവാം. വേണ്ട വേണ്ട, എനിക്ക് ആ കാണുന്ന മാംഗോ ജ്യൂസ് തന്നെ വേണം. അത് തന്നെ വേണം, അത് തന്നെ വേണം. കിട്ടിപ്പോയി. അയ്യോ പ്രേതം, പ്രേതം, അയ്യോ പ്രേതം, അടിച്ചോടിക്ക് പ്രേതം, 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 അയ്യോ പ്രേതം, പ്രേതം, പ്രേതം. അനന്തരവാ, ഒരു കാര്യം ചെയ്യൂ. അമ്മാവനെ പുറത്തെവിടെങ്കിലും കൂട്ടിട്ട് പോയി കറങ്ങിട്ട് വാ. അപ്പോഴേക്കും ഞാൻ ഇതിനുള്ള ചികിത്സ എങ്ങനെ വേണമെന്ന് ആലോചിക്കട്ടെ. അമ്മാവാ, നിങ്ങൾ എന്റെ കൂടെ വരൂ. ഞാൻ നിങ്ങൾക്ക് നല്ല സ്വീറ്റായ മാംഗോ ജ്യൂസ് വാങ്ങിച്ചു തരാം. ഹായ്, മാംഗോ ജ്യൂസ്, മാംഗോ ജ്യൂസ്. ചേട്ടാ, അത് കഴിഞ്ഞിട്ട് എനിക്ക് മാംഗോ ക്യാൻഡിയും വാങ്ങി തരണേ. ചേട്ടനെ എനിക്കിഷ്ടം. അങ്ങേര് ചീത്ത ചേട്ടനാ, കൊള്ളില്ല. എനിക്ക് ആ ക്യാൻഡി തന്നെ വാങ്ങി തന്നേ പറ്റൂ. വാങ്ങിത്താ ചേട്ടാ, വാങ്ങിത്താ. എന്തായി കാണുന്നത്? അമ്മാവന് എന്താ പറ്റിയത്? എനിക്ക് തോന്നുന്നത് അങ്ങേർക്കെന്തോ അസുഖമുണ്ടെന്നാണ്. ഈ അസുഖം നമുക്കൊന്ന് മുതലാക്കിയാലോ ഡോൾക്കി? ആദ്യം നമുക്ക് ഇയാളെ തട്ടിക്കൊണ്ടു പോകാം. അങ്ങനെ നമ്മുടെ പഴയ കണക്കുകൾ പറഞ്ഞും കൊടുത്തും തീർക്കണം നമുക്ക്. അപ്പോഴേ കാര്യങ്ങൾ ശരിയാവുകയുള്ളൂ. എനിക്കത് വേണം. ശരി ശരി, നിങ്ങൾ ഇവിടെ തന്നെ നിൽക്ക്. വേറെ എങ്ങോട്ടും പോകരുത്. ഞാൻ ഇപ്പൊ തന്നെ ക്യാൻഡി വാങ്ങിട്ട് വരാം കേട്ടോ. ഈ ക്യാൻഡി ഒന്ന് കഴിച്ചു നോക്കൂ അമ്മാവ. നിങ്ങൾ ആരാ ചേട്ടാ? അമ്മാവാ, ഇത് നിങ്ങളുടെ അച്ഛനാണ്. ഹായ് അച്ഛൻ, എന്റെ അച്ഛൻ നല്ല അച്ഛനാ. മോന് കഴിക്കാൻ ഒരുപാട് ക്യാൻഡീസ് വീട്ടിൽ വെച്ചിട്ടുണ്ട്. വേഗം വാ, വീട്ടിൽ പോയിരുന്ന് സമാധാനമായിട്ട് ക്യാൻഡി കഴിച്ചോളൂ. അമ്മാവാ, 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 നിങ്ങൾ എവിടെയാ പോയത്? അമ്മാവാ. അമ്മാവ, ഇനി ഞാൻ നിങ്ങളെ എന്റെ താളത്തിന് തുള്ളുന്ന ഒരു കളിപ്പാവയാക്കി മാറ്റും. അച്ഛാ, നിങ്ങൾ കുതിരയാ മച്ചാ. എനിക്കിപ്പോ തന്നെ കുതിര സവാരി മോനെ, ചെയ്യണം. കുതിരയെ ഞാനിപ്പോ എവിടുന്ന് കൊണ്ടുവരാനാണ്? അച്ഛാ, നിങ്ങളൊരു മണ്ടൻ തന്നെ. നിങ്ങൾ കുതിരയെ പോലെ ഇരിക്കൂ, അപ്പൊ ഞാൻ പുറത്ത് കയറിയിരിക്കാം. എനിക്ക് കുതിരയാവാനൊന്നും പറ്റില്ല. ഓ, അച്ഛൻ ശരിക്കും ചീത്തയാ. കുതിരയാകച്ചാ, കുതിരയായിട്ട് വേണം പുറത്ത് കയറാൻ. ഓക്കേ, എങ്കിൽ ശരി, ഞാൻ എന്നാൽ കുതിരയായിക്കോളാം. വേഗം നടക്കൂ കുതിര, ടിക് ടിക് ടിക്. വേഗം നടക്കൂ കുതിര, ടിക് ടിക് ടിക്. നടക്ക്, എന്നെ എന്തിനാ ഇങ്ങനെ അടിക്കുന്നത്? നടക്ക്, നടക്ക്, വേഗം നടക്ക്. ഡോൾക്കി, എന്നെ രക്ഷിക്കണേ. വേഗം പോ. നടക്കൂ കുതിര, വേഗം നടക്ക്, വേഗം നടക്ക്, വേഗം നടക്ക്. അമ്മാവാ, ഇത് എവിടെ പോയി? അമ്മാവാ, അമ്മാവാ. വേഗം എന്നെ ഇങ്ങനെ നടക്ക്, അടിക്കല്ലേ, വേഗം നടക്കൂ കുതിര, അടിക്കല്ലേ. നടക്കൂ കുതിര, വേഗം നടക്ക്. എടാ ഡോൾക്കി, ഈ അമ്മാവനെ കിഡ്നാപ്പ് ചെയ്യാമെന്നുള്ള നിന്റെ ഐഡിയ വെറും മണ്ടത്തരമായി പോയി. ചേട്ടാ,
കിഡ്നാപ്പ് ചെയ്യാനുള്ള ഐഡിയ എന്റേതല്ല, നിങ്ങളുടേതാ. ഓ ഈ കുരിശ് ചുമക്കാൻ എനിക്കിനി വയ്യടോ. ഡോൾക്കി വേഗം ജീപ്പ് എടുക്ക്. ഈ കുരിശിനെ കൊണ്ടുപോയി കളഞ്ഞേച്ച് വേഗം വാടാ. മോനെ നിന്നെ ഞാൻ ശരിക്കുള്ള കുതിരയുടെ പുറത്ത് കയറ്റാ കേട്ടോ. നടക്കും മോനെ, വേഗം വാ. അച്ഛാ എന്ത് നല്ല അച്ഛനാ നിങ്ങള്. മോനെ ഇറങ്ങി വരൂ, ഇതിനകത്ത് ശരിക്കുള്ള കുതിരയുണ്ട്. ഏ? ബൈ ബൈ. അച്ഛാ പോയി, തലവേദന ഒഴിവായി കിട്ടി. അച്ഛാ എന്നെ ഇട്ടേച്ച് പോവല്ലേ അച്ഛാ, ജീപ്പ് നിർത്തച്ഛാ. ഓ നോ, ഈ ശല്യം ഇനിയും നമ്മളെ വിട്ട് പോയിട്ടില്ല. അച്ഛാ ഈ അച്ഛൻ ചീത്തയാ, അച്ഛൻ ചീത്തയാ, ചീത്തയാ. കൊള്ളല കൊള്ളല നമുക്കൊരു കാര്യം കൊള്ളല. ചെയ്യാം, നമുക്ക് ഇയാളെ ഇൻസ്പെക്ടർ മേഡത്തെ ഏൽപ്പിച്ചാലോ? അപ്പൊ മേഡം നമ്മളെ ബഹുമാനിക്കാൻ തുടങ്ങും. അല്ലമ്മാവ, നിങ്ങളെന്താ ഇവിടെ? നിങ്ങളുടെ അനന്തരവനി നഗരം മുഴുവൻ നിങ്ങളെ അന്വേഷിച്ച് നടക്കാണല്ലോ. പോലീസ് മാഡം, ഈ അമ്മാവന് വഴിയിൽ നിന്ന് കറങ്ങി കിടന്നപ്പോ കിട്ടിയതാ ഞങ്ങൾക്ക്. അതുകൊണ്ടാണ് ഇയാളെ മാഡത്തിനെ ഏൽപ്പിച്ചിട്ട് പോകാമെന്ന് കരുതിയത്. അച്ഛൻ നുണ പറയുന്നതാ മാഡം, അച്ഛൻ പറയുന്നത് നുണയാ. ഈ അച്ഛൻ എനിക്ക് ക്യാൻഡി തരാന്ന് പറഞ്ഞ് എന്നെ ജീപ്പിൽ ഇരുത്തി കൊണ്ടുപോയി. ക്യാൻഡി തന്നില്ല, കുതിരയാവാൻ പറഞ്ഞിട്ട് കേട്ടില്ല. അപ്പൊ നിങ്ങളാണ് അമ്മാവനെ തട്ടിക്കൊണ്ടു പോയത്. നിങ്ങളുടെ കള്ളത്തരം പിടിക്കപ്പെട്ടിരിക്കുകയാണ്. ചേട്ടാ ഓടിക്കോ, കള്ളി വിളിച്ചിട്ടായി. അച്ഛാ നിൽക്കൂ, എന്നെ ഇവിടെ ഇട്ടേച്ച് അതെ പോവല്ലേ. അമ്മാവ, നിങ്ങൾ അവിടെ നിക്ക്. എങ്ങോട്ടായി ഓടണേ? അച്ഛാ നിൽക്കൂ, ഒന്ന് നിൽക്കച്ചാ, അച്ഛാ നിൽക്കൂ. അമ്മാവാ, പോലീസ് മാഡം. കൊച്ചക്ക വേഗം ചെല്ല്, അമ്മാവൻ ആ ടങ്കാട്ടോൽക്കയുടെ കൂടെയുണ്ട്. പോലീസ് മാഡം, ഞാൻ കോച്ചിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു മരുന്ന് വാങ്ങിച്ചാ വരുന്നേ. അമ്മാവന് ഇത് കൊടുത്താ എല്ലാം ശരിയാവും. ആ ആയിക്കോട്ടെ, നീ വേഗം വാ. ഈ അച്ഛൻ ചീത്തയാ, എനിക്ക് ക്യാൻഡി വാങ്ങി തരില്ല, കുതിര സവാരി ചെയ്യിക്കില്ല. അച്ഛൻ ചീത്തയാ, അച്ഛൻ നല്ല അച്ഛനല്ല. കുതിരയാ വെച്ചാ, ടിക് 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 കുതിരയാ വെച്ചാ. അയ്യോ, നീ പിന്നെ വന്നല്ലേ. എന്റെ മുടി, എന്റെ മീശ. ഡോൾക്കി, ഡോൾക്കി, എടാ എന്തെങ്കിലും ഒന്ന് ചെയ്യ്. ഇവന് ജീപ്പിൽ നിന്ന് ഇറക്കി വിടാൻ നോക്ക്. എടാ മാങ്ങാത്തലിയ, ജീപ്പ് നിർത്ത്. ഇന്ന് ഞാൻ നിന്നെ ആഴിക്കുള്ളിലാക്കിയിരിക്കും. നിക്കവിടെ. ഓ എന്തൊരു കഷ്ടകാലമാണിത്. ആ പോലീസ് മാഡത്തിനെയും ആനന്ദരവനെയും വടിയെടുത്ത് 4 എണ്ണം കൊടുക്കാനായി എനിക്ക് തോന്നുന്നത്. ഇത് അച്ഛാ, ഈ വടി കൊണ്ട് തന്നെ അടിച്ചോ. എവിടുന്നാ നിനക്ക് ഈ വടി കിട്ടിയതെന്ന് പറ. അയ്യോ, വണ്ടിയുടെ ഗിയർ ഊരിയെടുത്തു. ഇനി എങ്ങനെ വണ്ടി ഓടിക്കും? അതല്ല അച്ഛാ, അവരെ അടിക്ക് അടിക്ക്. അവര് ചീത്തയാ, ചീത്തയാന്ന് പറ. ചേട്ടാ ചേട്ടാ, മുന്നിലതാ മല കാണുന്നു, ബ്രേക്ക് ചവിട്ടേ. ആ ബ്രേക്ക് പിടിക്കാം. ബ്രേക്ക് എവിടെ പോയി? എടാ ബ്രേക്ക് എവിടെയാ? ദേ, ഇതില് ചവിട്ടു, ഇതില് ബ്രേക്ക് ചവിട്ടു. ആ അപ്പൊ ബ്രേക്ക് ഊരിയെടുത്തോ നീ? ഇനി വണ്ടി എങ്ങനെ നിർത്തും ഞാൻ? പണി തീർന്നു. എന്നാ ഇനി വണ്ടി തിരിച്ചു വിടാം. ഇതെവിടെ പോയി സ്റ്റിയറിംഗ്? അച്ഛാ, ഇനി ഞാൻ തന്നെ വണ്ടി ഓടിച്ചോളാം, എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാം. എടോ അമ്മാവാ, ബ്രേക്കും ഇല്ല, സ്റ്റിയറിംഗും ഇല്ല, ഗിയറും ഇല്ലാത്ത വണ്ടി എങ്ങനെ ഓടിക്കോടോ? പറഞ്ഞേടോ, രക്ഷിക്കണേ, രക്ഷിക്കണേ. അയ്യോ. എങ്കിലും ചെയ്തേ മതിയാവൂ. ഐഡിയ.
അളിയ വാന്ന് തുറന്നേ. ആ? ആ? അച്ഛനും അമ്മ എവിടെ? അനന്തരവ ഞാനിത് എവിടെയാ നിക്കുന്നത്? അമ്മാവ ഇതൊരു നീണ്ട കഥയാണ്. ഈ ടങ്കട്ടോൾക്ക് കാരണം നമ്മൾ ഇത്രയും നേരം കഷ്ടപ്പെടുകയായിരുന്നു. നിയമത്തിന്റെ കുരുക്കിൽ നിന്നും ഈ പോലീസ് മേഡത്തിന്റെ തൊഴിയിൽ നിന്നും ആർക്കും രക്ഷയില്ല. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. ഓക്കെ അല്ലേ അമ്മാവ? പെർഫെക്റ്റ്. ഓക്കേ.